ഹലോ ഗായ്സ്, ഇതിൻ്റെ വളകാപ്പിൻ്റെ വീഡിയോ ഉണ്ടോ. അപ്പോൾ ഈ വളകാപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു വാഴയിലയിൽ ചിരാത് കത്തിച്ച് വെച്ചിട്ട് ചുറ്റും കുറച്ച് പൂക്കളിട്ട് കൊടുത്തു. പിന്നെ എൻ്റെ വീട്ടിലുണ്ടായ തുളസിയും കുറച്ച് പൂക്കളൊക്കെ വേറൊരു പാത്രത്തിൽ വെച്ചു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായ കുറച്ച് വള തന്നെയാണ് ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ചത്. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് ഒരു പാത്രത്തിലും കൂടി വെച്ചിട്ടുണ്ട്. ആ മഞ്ഞൾ വെച്ചിട്ടാണ് കേട്ടോ വളകാപ്പെന്ന് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പം ഞാനിത് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോയും എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയും പിന്നെ ഇതിൻ്റെ ഡേ ഇൻ മൈ ലൈഫായിട്ട് എൻ്റെ വളകാപ്പിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കണ്ടു നോക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാമൻ സ്കൂളിൽ പോയിരിക്കുമായിരുന്നു. അവൻ വന്നതിന് ശേഷം രണ്ടുപേരും ഞാൻ സെയിം ഡ്രസ്സൊക്കെ ഇടിച്ച് റെഡിയാക്കി. അതേന് ഞാൻ പറഞ്ഞു കൊടുത്തോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വളയിട്ട് തരണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ രാമന് പറഞ്ഞു കൊടുത്തിട്ടാണ്ടോ ഞാൻ ഓരോന്ന് ചെയ്യിക്കുന്നത്. പിന്നെ അജുക്കുട്ടൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവനോട് വളയിട്ട് തരാൻ വേണ്ടി പുള്ളിക്ക് അതൊന്നും വലിയ മൈൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അവൻ വളയൊക്കെ എടുത്ത് കളിക്കലും പൂക്കളൊക്കെ എടുത്ത് കളിക്കലും അവൻ അവൻ്റേതായ ഒരു ലോകത്തായിരുന്നു. പിന്നെ നിർബന്ധിച്ച് പിടിച്ച് ചെയ്യിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ്റെ വഴിക്ക് ഞാൻ വിട്ടോട്ടെ. എന്നാലും കൂടെ ഞങ്ങൾ എല്ലാത്തിനും നിർത്തും. പിന്നെ രാമൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ എല്ലാ പൊട്ടത്തരത്തിനും എൻ്റെ എല്ലാ കൂട്ടിനും ഫോട്ടോ എടുക്കാനും എങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ കൂടി ഇങ്ങനെ നിന്നോളൂ കേട്ടോ. അവനോട് പറഞ്ഞെല്ലാം ചെയ്യിക്കാൻ രസവുമാണ്. അപ്പം രാമനെല്ലാം ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഞാൻ വളയിടണ കണ്ടിട്ട് ആ രാമനും കുറേ വളയൊക്കെ കയ്യിലെടുത്തിട്ടോ. പിന്നെ ഞാനും രാമനും കൂടി ഇങ്ങനെ വളയൊക്കെ കിലുക്കി കുറച്ച് നേരം കളിച്ചു. പിന്നെ അവൻ വീണ്ടും കുറേ വളയൊക്കെ എടുത്ത് അവൻ്റെ കയ്യിലിടാണ്. അപ്പം ഞാൻ ഓക്കെ അവനത് ഇട്ടോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാനും ഇരിക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവന് പൂവ് കയ്യിലെടുത്ത് കൊടുത്തു എൻ്റെ മേത്ത് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ രാമൻ വളയിടുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും കുറച്ച് പൂവെടുത്ത് എൻ്റെ മേത്തിടും റീലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. ഇതൊക്കെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഒരു സന്തോഷമല്ലേ, അതിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അജുക്കൂട്ടം വന്നുകൊണ്ട് ഞാൻ കത്തിച്ച് വെച്ചിരിക്കുന്ന ദീപം ഊതിക്കിടത്താനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അവൻ എപ്പോഴും അങ്ങനെയാണ്. വിളക്കൊക്കെ കത്തിച്ച് വെച്ചാലും എന്തെങ്കിലും കത്തിച്ച് വെച്ചേക്കണത് കണ്ടു കഴിഞ്ഞാൽ അപ്പം അവന് ഊതിക്കിടത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ രാമൻകുട്ടൻ എൻ്റെ തലയിൽ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിരുന്നുണ്ട്. പിന്നെ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പൂക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും ഞാൻ മഞ്ഞളെടുത്ത് രാമൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ മുഖത്ത് ഇത്തിരി തേക്കാൻ പറഞ്ഞു. അതോടെ ഞങ്ങളുടെ ഈ പരിപാടിയൊക്കെ അവസാനിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കസേരയും ടേബിളൊക്കെ മാറ്റിയിട്ടിട്ട് ടീപ്പോയൊക്കെ മാറ്റിയിട്ടിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് നോക്കിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.